ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 5. അവൾ എന്തിനാണ് കരഞ്ഞത്? മിസ് കുൾമാൻ ശുശ്രൂഷ തുടരുകയാണ്. ഞാൻ നിശബ്ദമായി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എല്ലാം നിലച്ചു. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ദയവായി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കരുതേ. ഞാൻ നോക്കുമ്പോൾ കാതറിൻ കൈകൾ തലയിൽ പൂഴ്ത്തി കരയുകയാണ്. അവർ വളരെ ഉച്ചത്തിൽ കരയുന്നു. എല്ലാം പെട്ടെന്ന് സ്തംഭിച്ചു. സംഗീതം നിലച്ചു. മറ്റ് ശുശ്രൂഷകർ അവരവരായിരുന്നിടത്ത് മരവിച്ച പോലെ നിൽക്കുന്നു. എല്ലാവരും അവരിലേക്ക് കണ്ണുയർത്തി. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവരെന്തിനാണ് കരയുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പ് ഒരു ശുശ്രൂഷകരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനെക്കുറിച്ചാണ് കരയുന്നത്? അത് 2 മിനിറ്റോളം തുടർന്നു. അവർ മുമ്പ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നീട് അവരുടെ സ്റ്റാഫ് അംഗങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. പിന്നെ അവൾ തല പിന്നിലേക്ക് തള്ളി. അതാ അവർ എൻ്റെ മുന്നിൽ കുറച്ചടി മാത്രം അകലെ. അവരുടെ കണ്ണുകൾ ജ്വലിച്ചു. ആ നിമിഷം അവർ ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ധൈര്യം കൈവരിച്ചു. അവർ അതിശക്തമായ വികാരാധീനയായി വേദനയോടെ തൻ്റെ വിരൽ നേരെ ചൂണ്ടി. പിശാച് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്പർശം കൊണ്ട് അവർ അവനെ മാറ്റി നിർത്തുമായിരുന്നു. അവിശ്വസനീയമായ ഒരു തലത്തിൽ ആയിരുന്ന ഒരു നിമിഷമായിരുന്നു അത്. അപ്പോഴും അവർ കരയുകയാണ്. അവർ സദസ്സിനെ നോക്കി വളരെ വേദനയോടെ പറഞ്ഞു, ദയവായി. അവൾ വാക്ക് നീട്ടിക്കൊണ്ടു പോകുന്നതായി തോന്നി. ദയവായി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരമ്മ ഒരു കൊലയാളിയോട് തൻ്റെ കുഞ്ഞിനെ വെടിവെക്കരുതെന്ന് അപേക്ഷിക്കുന്നത് പോലെയാണ് അവർ യാചിക്കുന്നത്. ദയവായി. അവർ കരഞ്ഞു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇപ്പോഴും എനിക്ക് അവരുടെ കണ്ണുകൾ കാണാൻ കഴിയും. അവർ എൻ്റെ നേരെ നോക്കുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അവർ അത് പറയുമ്പോൾ ഒരു പിൻ താഴെയിട്ടാൽ അത് കേൾക്കാമായിരുന്ന അത്ര നിശബ്ദതയായിരുന്നു. എനിക്ക് ശ്വസിക്കാൻ ഭയമായിരുന്നു. എൻ്റെ ഒരു പേശി പോലും അനങ്ങിയില്ല. അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ഞാൻ എൻ്റെ മുന്നിലുള്ള കസേരയിൽ മുറുകെ പിടിച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ആകെയുള്ളത് അവനാണ്. ഞാൻ ചിന്തിച്ചു, അവൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്നിട്ടവൾ തൻ്റെ വികാരാധീനമായ അപേക്ഷ തുടർന്നു. ദയവായി അവനെ മുറിവേൽപ്പിക്കരുത്. എനിക്കുള്ളത് അവൻ മാത്രമാണ്. ഞാൻ സ്നേഹിക്കുന്നവനെ മുറിവേൽപ്പിക്കരുത്. ആ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ അത് പറഞ്ഞപ്പോൾ അവൾ ശ്വസിച്ചതിൻ്റെ തീവ്രത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ പള്ളിയിൽ പാസ്റ്റർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ദാനങ്ങളെയോ അന്യഭാഷകളെയോ പ്രവചനത്തെയോ ഒക്കെ സംബന്ധിച്ചായിരുന്നു. കാതറിൻ ഗുഡ്മാൻ നിങ്ങളെക്കാളും എന്നെക്കാളുമൊക്കെ യാഥാർത്ഥ്യമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ എൻ്റെ ഏറ്റവും അടുത്ത, ഏറ്റവും വ്യക്തിപരമായ, ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. പിന്നെ അവൾ തൻ്റെ നീണ്ട വിരൽ എൻ്റെ നേരെ ചൂണ്ടി വളരെ വ്യക്തതയോടെ പറഞ്ഞു, അവൻ ഈ ലോകത്തിലെ എന്തിനേക്കാളും യാഥാർത്ഥ്യമാണ്.